അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അല്ലാമ ഇഖ്ബാൽ ഷായറെ മശ്രിക്ക്, കിഴക്കിന്റെ കവി എന്നറിയപ്പെടുന്ന മഹാകവി അല്ലാമ ഇഖ്ബാലിനെ കുറിച്ചിട്ടാണ് ഈ ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ പഠിക്കുന്ന പാഠത്തിന്റെ പേജ് നമ്പർ 151, ജഹാന അദബിലെ 151ാമത്തെ പേജാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. നോക്കാം, എന്താണ് അല്ലാമ ഇഖ്ബാൽ, ആരാണ് അല്ലാമ ഇഖ്ബാൽ നോക്കാം. അല്ലാമ ഇഖ്ബാൽ ഉറുദു के मुमताज शायरो मुफक्किर थे. അല്ലാമ ഇഖ്ബാൽ ഉറുദുവിന്റെ മുംതാസ് പറഞ്ഞാല് ഡിസ്റ്റിങ്ഷ്ഡ്, മുംതാസ് എന്ന് പറഞ്ഞാല് ഉയർന്ന എന്ന് വെച്ചാൽ മതി. എന്താണ് ഉയർന്ന വിശിഷ്ട എന്ന് വേണമെങ്കിൽ എന്താ പറയാം, ഒരു പ്രത്യേക എന്താണ് അങ്ങനെ എന്ത് വേണമെങ്കിൽ പറയാം. മുംതാസ് ഷായറാണ്, ഉയർന്ന കവിയാണ്. പിന്നെ ആരുമാണ് മൂപ്പര്? കവി എന്നതിലുപരി മൂപ്പര് ആരുമായിരുന്നു? മുഫക്കിർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്തകൻ എന്ന് പറയുന്നതാണ് തിങ്കർ അല്ലെ, ചിന്തകനും കൂടിയായിരുന്നു. ആര്? കവിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ആരുമായിരുന്നു? കവിക്ക് പുറമെ മൂപ്പര് ഒരു ചിന്തകന് കൂടിയായിരുന്നു. നോക്കൂ, 9 നവംബർ അദ്ദേഹം ജനിച്ചത് എന്നാണ് പറയുന്നത്. 9 നവംബർ 1877 അല്ലെ, 77 എന്നല്ല വായിക്കാം, 1877 ईस्वी को सियालकोट में എവിടെ ഷെയ്ഖ് നൂർ മുഹമ്മദ് के घर पैदा हुए. എവിടെയാണ്? സിയാൽകോട്ടിലെ ഷെയ്ഖ് മുഹമ്മദ് നൂർ. അപ്പൊ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരെന്താണ്? ഷെയ്ഖ് മുഹമ്മദിന് വാലിദ് ആരാണ്? ഷെയ്ഖ് മുഹമ്മദ് നൂർ. എന്നാലും അദ്ദേഹത്തിന്റെ പെയ്തായിഷ് എന്നാണ്? യൗമ പെയ്തായിഷ് എന്നാണ് ചോദിച്ചത്. നിങ്ങൾ എന്താ മറുപടി പറയാ? യൗമ പെയ്തായിഷ് എന്താണ്? 9 നവംബർ 1877 ईस्वी को. എവിടെയാണ്? മക്കാം സ്ഥലത്ത് കേട്ടോ. മക്കാം എവിടെയാണ്? സിയാൽകോട്ടില്ലേ? സിയാൽകോട്ടിൽ അദ്ദേഹം എന്ത് ചെയ്തു? ജനിച്ചു. ഓക്കെ, പെയ്താഹോയി എല്ലാവർക്കും അറിയാം, ജനിച്ചു. ആരുടെ വീട്ടില്? ഷെയ്ഖ് മുഹമ്മദ് നൂർ. ആരുടെ വീട്ടിലാണ് ജനിച്ചത് അദ്ദേഹം? ഷെയ്ഖ് മുഹമ്മദ് നൂറിന്റെ വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ ഒന്നുകൂടി വായിക്കുന്നു. അല്ലാമ ഇഖ്ബാൽ ഉറുദു के ആരാണ്? മുംതാസ് ഷായറോ മുഫക്കിർ थे और नवंबर 1877 ईस्वी को सियालकोट में शेख नूर मोहम्मद के घर पैदा हुए. इकबाल के आबाओ अजदाद ഖുബൂലെ ഇസ്ലാം കെ ബാദ്. ആബാവോ അജ്ദാദ് പറഞ്ഞാൽ വാപ്പമാരും അതുപോലെ തന്നെ പിതാക്കളും, പൂർവികര്. ആബാവോ അജ്ദാദ് പറഞ്ഞാൽ പൂർവികര് അല്ലെങ്കിൽ വല്യപ്പാരൊക്കെ പറയാം കേട്ടോ. ആബാവ് പറഞ്ഞാണ് പിതാക്കര്, അജ്ദാദ് പറഞ്ഞാൽ ജദ് പറഞ്ഞാണ് വല്യപ്പ എന്നല്ല അർത്ഥം. അജ്ദാദ് പറഞ്ഞാലോ വല്യപ്പ, അതായത് പൂർവികർ എന്ത് ചെയ്തു? ഖുബൂലെ ഇസ്ലാം പറഞ്ഞാണ് ഖുബൂലെ ഇസ്ലാം ഇങ്ങനെ വേണമെങ്കിൽ ഖുബൂലെ ഇസ്ലാം കിയ എന്ന് പറഞ്ഞതാണ്. ഖുബൂലെ എന്താണ്? ഇസ്ലാം ഖുബൂൽ കർണ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഷബാന ഇങ്ങനെ പറയാം, ഇസ്ലാം ഖുബൂൽ കർണ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വെക്കാം. അതുപോലെ തന്നെ എന്താണ്? ഖുബൂലെ ഇസ്ലാം എന്ന് എന്ത് ചെയ്യാം? ഖുബൂലെ ഇസ്ലാം എന്ന് എന്ത് ചെയ്യുന്നതാണ്? പിന്നെ ഇസ്ലാം കർണ എന്ന് വേണമെങ്കിലും പറയാം. ഇങ്ങനെ വേണമെങ്കിലും ഒന്നുകിൽ ഇസ്ലാം ഖുബൂൽ കർണ, ഇസ്ലാം സ്വീകരിക്കുക, അല്ലെങ്കിലോ ഖുബൂലെ ഇസ്ലാം കർണ പറഞ്ഞാലോ ഇസ്ലാം സ്വീകരിക്കുക. രണ്ടിന്റെ അർത്ഥം എന്താണ്? സ്ട്രക്ചറിൽ ചെറുതായിട്ട് എന്തുണ്ട്? ഒന്ന് പേർഷ്യൻ ആണ്, മറ്റൊന്ന് ഉറുദു ആണ്. ഒന്ന് ഇന്ത്യൻ ആണ്, മറ്റൊന്ന് അജമിയാണ്. അജമി പറഞ്ഞാൽ പേർഷ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഖുബൂലെ ഇസ്ലാം പറഞ്ഞാൽ എന്താണ്? ഇസ്ലാം സ്വീകരിച്ചതിന്. ഖുബൂലെ ഇസ്ലാമിക്ക് ബാദ് എന്ന് പറഞ്ഞാലോ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം. കശ്മീരിൽ നിന്ന് ഹിജറത്ത് കർക്കെ എന്താണ്? ഹിജറത്ത് കർണ എന്ന് പറഞ്ഞതാണ് കാശ്മീരിൽ നിന്ന് പലായനം ചെയ്യാന്ന് പറയും. അല്ലെങ്കിൽ എന്താണ് എന്ത് പറയുന്നതാണ്? വിടുക, ഉപേക്ഷിച്ച്, കശ്മീർ വിട്ടിട്ട് ചോടനറിയില്ലേ? ചോടന അതിന് വേണ്ടി ഉപയോഗിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന? പാലായനം ചെയ്യുക, നിക്കലിന എന്താ പറയാ? ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ആ സ്ഥലത്ത് നമ്മൾ എന്നേക്കുമായിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ എല്ലാവിധ സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ വീടുകളൊക്കെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തിലേക്ക് നീങ്ങണീനാണ് എന്ത് പറയാ? ഹിജറ എന്ന് പറയാം. ഉറുദുവിലും ഹിജറത്ത് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് പോകുക, നിക്കലിന പുറപ്പെടുക. മുന്തക്കിൽ ഹോന എന്ന് പറയുന്നതാണ്. മുന്തക്കിൽ ഹോന എന്നുകൂടി എന്ത് ചെയ്യുന്നതാണ്? ഇതിന് പറയും ഹിജറക്ക് എന്ത് ചെയ്യുന്നതാണ് പറയുന്നതാണ്. അപ്പോ ഷബാന
പെരിന്തൽമണ്ണ സെ മലപ്പുറം ഹിജറത്ത് കർഗൈ എന്ന് പറയുന്ന മലപ്പുറത്തേക്ക് എന്ത് ചെയ്തു മാറി, അവർക്ക് പോയി, അതേ അർത്ഥം. ഓക്കെ. അതേപോലെ इकबाल के आबाओ अजदाद कबूल इस्लाम के बाद कश्मीर से हिजरत करके सियालकोट आए थे. സിയാൽകോട്ട് എത്തിയിരുന്നു, വന്നിരുന്നു, എത്തിയതായിരുന്നു, സിയാൽകോട്ടില് എത്തിയതായിരുന്നു. അതുപോലെ തന്നെ മക്തബ് സെ, മക്തബ് എന്നാണ് മക്തബ് പാഠശാല അല്ലെ, മക്തബ് എന്നാണ് പാഠശാല. പാഠശാല എന്ന് പറഞ്ഞാല് പാഠശാല പാഠശാല കോളേജ് എന്ന് അർത്ഥമാക്കാൻ മദ്രസ എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം വെക്കാം കേട്ടോ. പിന്നെ മക്തബ് സെ ഉറുദു, മൂപ്പർ എന്ത് പഠിച്ചു? ഉറുദു പഠിച്ചു. പിന്നെ എന്തും പഠിച്ചു? ഫാർസി പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? അറബി പഠന ഷുറൂക്കിയ, പഠിക്കാൻ എന്ത് ചെയ്തു? ആരംഭിച്ചു. മൂപ്പരുടെ ഓരോ സ്ട്രക്ചറുകൾ കണ്ടിട്ടുണ്ടെങ്കിലും പിന്നെ മൂപ്പരുടെ കവിതകളുടെയും മറ്റും അർത്ഥസമ്പുഷ്ടമായ സ്ട്രക്ചറുകൾ കണ്ടിട്ട് ആളുകൾ എന്ത് ചെയ്തു? മൂപ്പരുടെ എഴുതണമാര് എഴുതാൻ എന്ത് ചെയ്തു തുടങ്ങി. ഉറുദുവില് പുതിയ സ്റ്റൈലിന് തുടക്കം കുറിച്ച ഒരു വ്യക്തിയും കൂടിയാണ് ആര്? നജീർ അക്ബറാബാദിനെ പോലെ മൂപ്പർ എന്ത് ചെയ്തു? മൂപ്പര് കുറച്ച് നല്ല മ്യൂസിക്കുള്ള ഷായരികൾ അതിന് മുമ്പുണ്ട്. മൂപ്പര് ആരാണ് ഫോളോ ചെയ്ത് അറിയോ? ഏത് കവിനെയാണ് ഫോളോ ചെയ്ത് അറിയോ? അല്ലാമ ഇക്ബാൽ ഫോളോ ചെയ്ത, അതായത് മൂപ്പര് എന്ത് ചെയ്തു? പിന്നെ ആരുടെ നക്ഷകദം പർ ചലത്തെ ഹുയി എന്ന് ഷാരി കർണേ ലഗാ, കിസ് മഷൂർ ഷായർ ഗാലിബ്, മിർസ അസദുല്ലാ ഖാൻ ഗാലിബിന്റെ കവി മിർസ അസദുല്ലാ ഖാൻ ഗാലിബിന്റെ ശൈലിയിലാണ് മൂപ്പർ എന്ത് ചെയ്ത് എഴുതാൻ തുടങ്ങിയത്. എന്നിട്ട് മൂപ്പര് തന്റേതായ രീതി എന്ത് ചെയ്തു? ഉണ്ടാക്കിയെടുത്തു. അങ്ങനെയാണ്. അപ്പൊ മൂപ്പർക്ക് എന്താണ്? മൂപ്പര് പിന്നെ ഉറുദുവിൽ പുതിയ ട്രെൻഡ് ഉണ്ടാക്കിയ വ്യക്തിയാണ് കവിതയിൽ കേട്ടോ. മക്തബ് സെ ഉറുദു, മൂപ്പര് എന്ത് ചെയ്തു? ഉറുദു, ഫാർസി, അറബി പഠന ഷുറൂക്കിയ. ഷുറൂ കർണ എന്ന് പറഞ്ഞാല് ആരംഭിക്കുക. എഴുതണോ? ഷുറൂ കർണ എന്ന് പറഞ്ഞാല് ആരംഭിക്കുക. ഓക്കെ, ആരംഭിക്കുക. ഓക്കെ. അടുത്തത് പിന്നെ സ്കോച്ച് മിഷൻ സ്കൂളിൽ നിന്ന് സോല ബറസ്കി ഉംബ്രമേ. സോല എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവുക? सोलह बरस की उम्र में മെട്രിക് और ഇന്റർമീഡിയറ്റ് का इम्तिहान पास किया. ഇംതിഹാൻ എന്ന് പറഞ്ഞാല് പരീക്ഷ അല്ലെ. ഇംതിഹാൻ പാസ് കർണ എന്ന് പറഞ്ഞാലോ പരീക്ഷ പാസ്സായി അല്ലെ. എന്തിന്റെയൊക്കെ? 16 പറഞ്ഞാൽ എത്രയാണ്? 16 അല്ലേ? 16 വയസ്സില് 16 ബറസ് की उम्र, 16ാമത്തെ വയസ്സില് മെട്രിക് ഓർ ഇന്റർമീഡിയറ്റും മെട്രിക് പറഞ്ഞാൽ ഏതാണ്? മെട്രിക് പറഞ്ഞാൽ 8 മുതൽ 10 വരെ അങ്ങനത്തെ അടുത്ത് തോന്നുന്നു. ഇന്റർമീഡിയറ്റ് അങ്ങനെ എന്തൊക്കെയാണ് തോന്നുന്നു ആ രൂപത്തില്. ഇന്റർമീഡിയറ്റ് അതിന്റെ പരീക്ഷ എന്ത് ചെയ്തു? മൂപ്പര് പാസ്സായി. ഉസി ജമാനെ ആ കാലഘട്ടത്തിൽ ഉൻകി ഷായരി കാ ബാഖായിദ ആഗാസ് ഹുവാ. അപ്പൊ നോക്കൂ, സ്കോച്ച് മിഷൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ, അതായത് 16ാമത്തെ വയസ്സിൽ തന്നെ മൂപ്പര് എന്ത് ചെയ്യാൻ തുടങ്ങിയിരിക്കണു? ഷായരി കഹനെ ലഗാഹെ എന്താണ്? പിന്നെ എന്താണ്? ഷായരി പറയാൻ ചെയ്തു ആരംഭിച്ചിട്ടുണ്ട്. ഷായരിക്ക ബാഖായിദ എന്ന് പറയുന്നതാണ് ബാഖായിദ. നമ്മൾ പഠിച്ചോ നമ്മള് ബാഖായിദ ഔദ്യോഗികമായിട്ട് ഒഫീഷ്യലി എന്താണ്? ബാഖായിദ. ബാ എന്ന് പറഞ്ഞാൽ ഉള്ള, കായിദ എന്ന് പറഞ്ഞ നിയമം, ക്രമം. അപ്പൊ ഒഫീഷ്യലിക്ക് എന്ത് ഉപയോഗിക്കുന്നതാണ്? ബാഖായിദ തൈലീം ഹാസിൽ കർണ ലഗ എന്ന് പറഞ്ഞാലോ പിന്നെ ഔദ്യോഗികമായിട്ട് വിദ്യാഭ്യാസിക്കാൻ എന്ത് ചെയ്തു തുടങ്ങി. ഓക്കെ. അതേമാതിരി ഉസീ സമാനയും ഏത് കാലത്ത്? സ്കോച്ച് മിഷൻ സ്കൂളിൽ അദ്ദേഹം മെട്രിക്കിനും ഇന്റർമീഡിയറ്റിനും പഠിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ, ഉസീ സമാനയമേ ആ കാലഘട്ടത്തിൽ തന്നെ ഉൻകി ഷായരിക്ക അദ്ദേഹത്തിന്റെ കവിതാ ആലാപനത്തിന്റെ ബാഖായിദ ഔദ്യോഗികമായിട്ട് എന്ത് ചെയ്തു? കവിതാ ആലാപനം ബാഖായിദ ആഗാസ് ഹുവ. എന്താ ആഗാസ് ഹോന എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗാസ് ഹോന എന്ന് പറഞ്ഞാല് ആരംഭിക്കുക. ആഗാസ് ഹോന എന്ന് പറഞ്ഞാല് ആരംഭിക്കുക. ഓക്കെ. ഒരാൾ ഷുറൂ ഹോന അല്ലെങ്കിൽ ആഗാസ് ഹോന ഒക്കെ പറഞ്ഞാല് ഈ മാനേമേ ഇസ്തേമാൽ ഹോത്താ ഹൈ. അപ്പൊ എന്താണ്? ഉസ് വക്ത് ആഗാസ് ബി ഹുവ, ആരംഭിക്കുകയും ചെയ്തു അല്ലെ. ഉസ് വക്ത് ആ സമയത്ത് പൂര പറഞ്ഞാൽ മുഴുവൻ. ബർറെ സഗീർ എന്ന് ബർറെ സഗീർ പറഞ്ഞാല് ചെറുത്, ബർറ് പറഞ്ഞ കര, ബർറെ സഗീർ പറഞ്ഞാലോ വൻകരയുടെ ചെറുതെന്താണ്? ബർറ് പറഞ്ഞ കര, സഗീർ മറന്നുപോയി. ഇപ്പൊ കിട്ടുന്ന കുറച്ച് ബർറെ സഗീർ ഉപദ്വീപല്ല, എന്താ പറയാ? ബർറെ സഗീർ എന്ന് പറഞ്ഞാല് അതോ ബർറെ സഗീർ
പിന്നെ വൻകരയുടെ ചെറുതെന്താണ്? വൻകര പറഞ്ഞ ഒരു വലിയ ഇത് ബറ സഗീർ എന്തോ പാക്ക് ഇന്ത്യൻ വാക്ക് ഉപകരല്ലേ എന്തോ ഒരു ഇതുണ്ട്, അതിന് ചെറുതാണ് ഉപഭൂഖണ്ഡം. എന്താ പറയാ? ഉപഭൂഖണ്ഡം. ഓക്കെ, എന്താണ് ഉപഭൂഖണ്ഡം? എങ്ങനെ കഴിയുന്നത്? ഉപഭൂഖണ്ഡം, എന്തൊരു പ്രയാസം അല്ലെ? ബറേ സഗീർ പറഞ്ഞാല് പിന്നെ ഉപഭൂഖണ്ഡം. ബറേ സഗീർ ഉസ് വക്ത് പൂരാ ബറേ സഗീർ ഇന്ത്യൻ ഉപഭൂഖണ്ഡം മുഴുവൻ എന്ത് ചെയ്യുന്നു? ദാഗ് ദഹ്ലവി കെ നാം സെ ഗൂഞ്ച് രഹാ. താങ്കൾ ഫോർത്ത് സെമസ്റ്ററിൽ പഠിക്കും ദാഗ് ദഹ്ലവിനെ. ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ മൊട്ടാകെ പൂരാ ബറേ സഗീർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മൊത്തം എന്താണ്? ദാഗ് ദഹ്ലവി കെ നാം സെ, ദാഗ് ദഹ്ലവിന്റെ പേര് കൊണ്ട് പേര് എന്ത് ചെയ്തു? ഗൂഞ്ച് രഹാത്ത. എന്ത് ഗൂഞ്ചിന നമ്മൾ പഠിച്ചുകൊള്ളാം. ഗൂഞ്ചിന പറഞ്ഞാൽ മുഴങ്ങുക. ഗൂഞ്ചിന എന്ന് പറഞ്ഞാല് മുഴങ്ങുക. ഗൂഞ്ചിരഹാത്ത എന്ന് പറഞ്ഞാലോ മുഴങ്ങുന്നുണ്ടായിരുന്നു. അന്ന് എല്ലെങ്ങും എല്ലാ ദാഗ് ദഹ്ലവിന്റെ പേര് കൊണ്ട് എന്ത് ചെയ്യുന്നു? മുഴങ്ങിയിരുന്നു എന്ന് പറഞ്ഞാല് ദാഗ് ദഹ്ലവി എന്താണ്? ഇന്ത്യൻ ഭൂഖണ്ഡത്തില് കവിതയിൽ എന്താണ് പേര് കേട്ടൊരു വ്യക്തിയായിരുന്നു. ഏത് കാലഘട്ടത്തില്? മൂപ്പരുടെ ആ കുഞ്ഞു പ്രായത്തില്, അതായത് 16ാമത്തെ വയസ്സില്. അപ്പൊ ഉസ് വക്ത് ആ സമയത്ത് പൂരാ ഇന്ത്യൻ ഉപഭൂഖണ്ഡം മൊത്തം എന്താണ്? ദാഗ് ദഹ്ലവിക്ക് നാംസെ, ദാഗ് ദഹ്ലവിന്റെ പേര് കൊണ്ട് എന്ത് ചെയ്യായിരുന്നു? മുഴങ്ങുന്നുണ്ടായിരുന്നു. അതായത് ദാഗ് ദഹ്ലവി അത്രക്കും എന്താണ്? പ്രസിദ്ധമായിരുന്നു എന്നാണ് സാരം. ഇഖ്ബാലിനെ ഉൻസെ അപ്നെ ഷായരിക്ക് ഇസ്ലാഹിലെയും, ഇഖ്ബാൽ എന്ത് ചെയ്തു? ഉൻസെ അദ്ദേഹത്തിൽ നിന്ന്, ആരിൽ നിന്ന്? ദാഗ് ദഹ്ലവിൽ നിന്ന് അപ്നെ ഷായരിക്ക് ഇസ്ലാഹ് ഉപദേശം തേടുക. എന്താണ് ഇസ്ലാഹ് എന്ന് പറഞ്ഞാല്? ഉപദേശം തേടുക. ഇസ്ലാഹിലേന പറഞ്ഞ ഉപദേശം തേടുക. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നതാണ്? കവിതയില് തെറ്റിതിരുത്തൂലേ? അങ്ങനെ പഠിക്കുകയാണെന്ന് പറയാ ഇസ്ലാഹിലേന എന്ന് പറഞ്ഞ. ഷായിരിക്ക് കവിതയുടെ ഉപദേശം തേടി, അല്ലെങ്കിൽ എന്താണ് ഉപദേശം തേടി എന്ന് വേണമെങ്കിൽ പറയാട്ടോ. ഇസ്ലാഹിലേന എന്ന് പറഞ്ഞ ഉപദേശം തേടുക. പിന്നെ ഇഖ്ബാലിനെ ഉൻസെ ആരിൽ നിന്നാണ് കവിതയിൽ ഉപദേശം തേടിയുന്നത്? കിസലീതി ദാഗ് ദഹ്ലവീസെ. ദാഗ് ദഹ്ലവിക്ക് എങ്ങനെയാണ്? കത്തിലൂടെ മൂപ്പരതീയ അയക്കാം. അന്ന് തന്നെ ദാഗ് ദഹ്ലവി മൂപ്പരുടെ കത്തിൽ പറഞ്ഞിരുന്നു, നീ അല്ലാമ ഇഖ്ബാലിന്റെ കവിത ഈ കുട്ടി വളരെ പ്രസിദ്ധമാവുന്നെന്ന് പറഞ്ഞിരുന്നു. ആര്? ദാഗ് ദഹ്ലവി. മൂപ്പരുടെ കത്ത് കണ്ടിട്ട്, കത്തിലൂടെയാണ് എഴുതുക. ഇന്നത്തെ മാതിരി വാട്സപ്പ് ഒന്നുമില്ലല്ലോ. അപ്പൊ ഇത് നോക്കാൻ വേണ്ടിട്ട് എന്റെ ശരിയാണോ, തെറ്റുണ്ടെങ്കിൽ തെറ്റിദ്ധരുത്തി എന്ന് പറയാൻ വേണ്ടിട്ട് നോക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു? ഉസ്താദിനെ അയച്ചു കൊടുക്കും. എന്തിലൂടെ? ബസരിയ ഖത്ത്. കത്തിലൂടെ എന്ത് ചെയ്യും? അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു? ഷായരി പിന്നെ ഷായരി ബേജ കർത്തേത്തെ അയക്കാറുണ്ടായിരുന്നു അദ്ദേഹം. ആർക്ക്? ദാഗ് ദഹ്ലവി. ദാഗ് ദഹ്ലവി മുമ്പ് കത്ത് കണ്ടപ്പോൾ തന്നെ ചിലർക്ക് ഉണ്ടാവൂലേ നല്ല എക്സ്പെർട്ടായ ആൾക്കാര് കുട്ടികളെ കണ്ടാവുന്നതാണ്, ഈ കുട്ടി ഇന്നതാവും അല്ലെങ്കിൽ പറയല്ലേ. അതേമാതിരി മൂപ്പർ അന്ന് തന്നെ പേഷിൻ പോയി കീത്തി ബഹുത് ബഡാ ഷായർ ബനേഗ. മനസ്സിലായോ? ലാഹോർക്ക് ഗവൺമെന്റ് കോളേജ്, ലാഹോറിലെ ഗവൺമെന്റ് കോളേജിൽ നിന്ന് BA കിയ. അദ്ദേഹം എന്ത് ചെയ്തു? BA എന്ത് ചെയ്തു? BA എവിടുന്ന ചെയ്ത്? ലാഹോർ ഗവൺമെന്റ് കോളേജിൽ നിന്ന്. മൂപ്പരുടെ ജീവിതം പറയണം കേട്ടോ. മിഷൻ എന്താണ് ആ സ്കൂൾ കഴിഞ്ഞു? സ്കോച്ച് മിഷൻ മിഷൻ സ്കൂൾ. അവിടെ നിന്ന് മൂപ്പർ എന്ത് ചെയ്തു? ആദ്യം പഠിച്ചു. ഏതുവരെ? 16ാമത്തെ വയസ്സ് വരെ. അതിനുശേഷം BA അദ്ദേഹം എവിടുന്ന ചെയ്തതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായാലും മറുപടി പറയാം. ലാഹോർക്ക് ഗവൺമെന്റ് കോളേജസ്, ലാഹോർ ഗവൺമെന്റ് കോളേജ് അല്ലെ. ഗവൺമെന്റ് കോളേജിൽ നിന്ന് മൂപ്പർ എന്ത് ചെയ്തു? BA എന്ത് ചെയ്തു? പാസ്സായി. എന്നിട്ടോ അടുത്തെന്താണ്? BA പാസ്സായി. പിന്നെ MA ഫൽസഫ ദാഖിലലിയ. MA മൂപ്പര് ഏതാ വിഷയം തിരഞ്ഞെടുത്തത്? ഫൽസഫ. ഏത് ഫൽസഫ എന്ന് പറയുന്നതാണ്? ഫിലോസഫി. ഫിലോസഫിയാണ് മൂപ്പർ എന്ത് ചെയ്തത്? തെരഞ്ഞെടുത്തത്. സ്പെല്ലിംഗ് തെറ്റുണ്ടാവും, പക്ഷെ എന്താക്കണ്ട, അവിടേക്ക് നോക്കണ്ട. അപ്പൊ ഫൽസഫ എന്ന് പറഞ്ഞാല് ഫിലോസഫി. പിന്നെ ഫിലോസഫി ദാഖിലലിയ എന്ന് പറഞ്ഞാണ് അഡ്മിഷൻ, പ്രവേശനം. ദാഖില ലേന എന്ന് പറഞ്ഞാലോ അഡ്മിഷൻ എടുക്കുക എന്ന് പറഞ്ഞാലോ പ്രവേശിച്ചു. അഡ്മിഷന് ചേർന്നു അല്ലെങ്കിൽ പ്രവേശിച്ചു, എഴുതിക്കൊടി. പിന്നെ മംഗള കോളേജിൽ ദാഖിലലിയ എന്ന് പറയുന്നത് എന്താണ്? മംഗള കോളേജിൽ എന്ത് ചെയ്തു? അഡ്മിഷൻ എടുത്തു എന്നാണ് അതിന്റെ അർത്ഥം. ടുക്ക് അഡ്മിഷൻ ഇൻ മംഗള കോളേജ് അല്ലെ. മംഗള കോളേജിൽ എന്ത് ചെയ്തു? അഡ്മിഷൻ എടുത്തു എന്ന് പറയുന്ന പോലെ. അപ്പൊ MA ഫൽസഫ ദാഖിലലിയ. ഇവിടെ പ്രൊഫസർ TW ആണൽക്ക സോബത്ത് മേസറായ കീ സോബത്ത് കേട്ടോ. സോബത്ത് പറഞ്ഞാണ് സോബത്ത്.
നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ സഹവാസം. കേണൽ ഓൾറൈഡ്, കേണൽ ഓൾറൈഡ് അല്ല, മാത്യു ആർണൾഡ്, അങ്ങനെ മാത്യു TW ആർണൾഡ് ആരാണ്? മൂപ്പര് വലിയ കവിയായിരുന്നു. ഫ്രണ്ട്ഷിപ്പ് എന്താണ്? സൗഹൃദം അല്ലെ? ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സൗഹൃദം, സഹവാസം. സൂബത്ത് പറഞ്ഞാല് സഹവാസം. അപ്പൊ നമ്മൾ പറയല്ലോ ആ കുട്ടി അവന്റെ സൂബത്തിന് എന്തെങ്കിലും കേടുന്ന് പറയില്ലേ? അതേമാതിരി ഓണടുക്ക സൂബത്ത് മയസർ ആയ എന്ന് പറയുന്നതാണ് പുതിയ വാക്ക്. മയസർ ആന എന്നാണ് ലഭിക്കുക, എന്താണ് ലഭിക്കുക, കിട്ടുക, ലഭിക്കുക. മുജെ ബുനിയാദി സഹൂലത്തെ മയസറായി, बहुत सारी तमाम सहूलतें जितनी सहूलतें चाहिए थे वो सबके सब മയസർ ആയ എന്ന് പറഞ്ഞാൽ എല്ലാതും ലഭിക്കുക. അവിടെ മൂപ്പർക്ക് എന്ത് ചെയ്തു? ലാഹോർ കോളേജില് എവിടെ യഹാം എന്ന് പറഞ്ഞാൽ എവിടെ? ലാഹോർ കോളേജിൽ ഉനെ പറഞ്ഞ ആർക്ക്? അല്ലാമ ഇക്ബാലിനെ പ്രൊഫസർ TW ആർണൾഡ് കാ സുഹബത്ത് മയസർ ആയ ലഭിക്കുക എന്നാണ്, ലഭിക്കുക. ഓക്കെ, അപ്പൊ ആർണൾഡ് ആരാണ്? അങ്ങ് കേട്ടില്ലേ? ആർണോൾഡ് വളരെ മഹാകവിയാണ് മൂപ്പര് അല്ലെ? ആധുനിക ബ്രിട്ടീഷ് പോയറ്റ് അല്ലേ ആര്? ആർണൾഡ്. ओके, अब यहाँ उन्हें प्रोफेसर TW आर्नल्ड का सोबत मैसर आया, जिन्होंने आगे चलकर ആരാണ്? ആകെ ചൽക്കർ പറഞ്ഞേ. ആകെ ചൽക്കർ പിന്നെ ഉദാഹരണം പിന്നെ छोटा सा मदरसा था जो आगे चलकर बहुत बड़ी यूनिवर्सिटी बन गई പറയാറില്ലേ? തുടർന്ന് എന്താ പറയാ? ആകെ ചൽക്കർ പറഞ്ഞാല് തുടർന്ന്, പിന്നീടുള്ള കാലം എന്നൊക്കെ പറയാട്ടോ. തുടർന്ന് അല്ലെങ്കിൽ പിന്നീടുള്ള കാലം എന്തിനു? ആകെ പറഞ്ഞ പിന്നീട് അല്ലെ? ആകെ ചൽക്കർ പറഞ്ഞ പിന്നീട് പോയിട്ട്, പിന്നീട് തുടർന്ന് അല്ലെങ്കിൽ പിന്നീട് ഒക്കെ ഇതിനർത്ഥമുണ്ട്. ഇതൊരു മദ്രസയായിരുന്നു, അത് പിന്നെ ആകെ ചൽക്കർ തുടർന്ന് പിന്നീട് എന്തായി മാറിയത്? ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് എന്ത് ചെയ്തു? മാറി. നമ്മൾ പറയാറില്ലേ? അതേമാതിരി ജിനോനെ പറഞ്ഞ ആര്? ഈ പ്രൊഫസർ ആർണൾഡ് അല്ലേ? ആർണൾഡ് എന്ത് ചെയ്തു? ആകെ ചൽക്കർ പറഞ്ഞ പിന്നീട്, തുടർന്ന്. ഇക്ബാലിന്റെ ഇൽമി പറഞ്ഞാണ് വൈജ്ഞാനികം, പിന്നെ ഫിക്രി പറഞ്ഞാലോ ചിന്താപരമായ, എന്താണ്? ജിന്ദഗിക്ക് എന്താ? ചിന്താപരമായ, വൈജ്ഞാനികവും ചിന്താപരമായ ജീവിതത്തെ എന്ത് ചെയ്തു? രഹനുമായി കി. എന്താ രഹനുമായി കി എന്ന് പറഞ്ഞാല്? രഹനുമ പറഞ്ഞാല് ഏതാ? രഹനുമായി കർണ, പുതിയ വാക്ക്. രഹനുമായി കർണ എന്ന് പറയുന്നതാണ് എന്താണ്? ജിനോനെ ആകെ ചൽക്കർ ഇഖ്ബാൽ की इल्मी और फिक्री जिंदगी की रहनुमाई की എന്ന് പറയുന്നതാണ് ഇഖ്ബാലിന്റെ വൈജ്ഞാനികവും ചിന്താപരവുമായ ജീവിതത്തെ എന്ത് ചെയ്തു? സംവിധാനിക്കുന്ന എന്താ പറയാ? രഹനുമായി, ഞാൻ മലയാളം കിട്ടണില്ല എന്റെ. രഹനുമായി കർണ ഇൻസ്ട്രക്ട് ചെയ്തു അല്ലെ? വഴി കാണിച്ചു അല്ലെ? വഴി കാണിക്കും. രഹനുമായി കർണ എന്ന് പറഞ്ഞാല് വഴി കാണിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തെ എന്ത് ചെയ്തു? വൈജ്ഞാനികവും അതുപോലെ തന്നെ ചിന്താപരമായ ജീവിതത്തെ എന്ത് ചെയ്തു? വഴി കാണിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്തു? വഴി കാണിക്കുക എന്ന് എഴുതി. രഹനുമായി കർണ എന്ന് പറഞ്ഞാൽ നേതൃത്വം നൽകുക എന്ന് നടത്തണ്ട്. നേതൃത്വം നൽകുക അല്ലെങ്കിൽ വഴി കാണിക്കുക. കേട്ടോ. ആര്? രഹനുമായി. കിസിനെ രഹനുമായി? ഉസ്താദിനെ. ഒന്നും കിട്ടില്ല, നല്ല ഉപദേശം കിട്ടും. ഉപദേശിച്ചു. ഉസ്താദിനെ രഹനുമായി ഉസ്താദ് എന്ത് ചെയ്തു? വഴി കാണിച്ചു തന്നു, നിർദ്ദേശിച്ചു, ഉപദേശിച്ചു അല്ലെ? ഉപദേശിക്കുക ആണെങ്കിൽ കേട്ടോ അതിനർത്ഥം. ഓക്കെ, അപ്പൊ ഇപ്പൊ എത്ര ഒരു ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ എന്ത് ചെയ്തു? കഴിഞ്ഞു അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചെന്താണ്? ഇഖ്ബാൽ എന്നാ ജനിച്ചത്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പഠനം, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പഠനത്തെ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ തോമസ് ആർണൾഡ് TW ആർണൾഡ് അദ്ദേഹത്തെ എത്ര പ്രകാരം സ്വാധീനിച്ചു, അദ്ദേഹത്തിന്റെ ഇൽമി ഓർ അതുപോലെ തന്നെ ഫിക്രി ജിന്ദഗിക്ക് രഹനുമായി കിസ്നെ കി. രഹനുമായി പറഞ്ഞാല് അതിനെ പഠിപ്പിച്ച് വഴി കാണിച്ചത് ആരായിരുന്നു? എന്താണ്? TW ആർണൾഡ് ആയിരുന്നു. അതുപോലെ തന്നെ ഇനി അടുത്ത ഭാഗം ഇപ്പൊ കഴിയും. 13 മെയ് 1899. അപ്പൊ മൂപ്പർക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? ഇപ്പൊ മൂപ്പർക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? 22 വയസ്സല്ലേ? 22 വയസ്സല്ലേ?
21 വയസ്സ്. ഓക്കെ. 1899 ഈസവിയിൽ എന്ത് ചെയ്തു? ओरिएंटल कॉलेज में अरबिक रीडर की हैसियत से इकबाल मुतअय्यन हो गए. मुतअय्यन हो गए എന്ന് പറഞ്ഞാല് നിയമിതരായി. മുതഅയ്യൻ പറഞ്ഞാൽ നിർണയിക്കുക എന്നാണ് അർത്ഥം. അദ്ദേഹത്തെ നിയമിതരായി. മനസ്സിലായോ? അപ്പോ 13 നോട്ട് ചെയ്യണം. മൂപ്പര് മുലാസിമത്താണ്. മുലാസിമത്ത് 21-ാമത്തെ വയസ്സിൽ മൂപ്പര് എന്ത് ചെയ്തു? ജോലി ചെയ്യാൻ തുടങ്ങി കേട്ടോ. മുലാസിമത്ത് ജോലി. ഇനി എന്താ പറയണത്? മൂപ്പരെ പഠനം കഴിഞ്ഞു. ഇനി എന്താണ് മൂപ്പരെ ജോലിയാ പറയണത്? 13 മെയ് 1899 ഈസവിക്കോ ഓറിയന്റൽ കോളേജ് മേ, ഓറിയന്റൽ കോളേജ് ഇല്ലേ, ഓറിയന്റൽ കോളേജ് മേ അറബിക് റീഡർ എന്താണ് അറബിക് റീഡർക്ക് ഹൈസെറ്റ് എന്ന് പറഞ്ഞാലോ, അറബിക് റീഡറിന് എന്ന നിലയിൽ. അറബിക് റീഡർ പറഞ്ഞാണ് റീഡർ. എന്താ റീഡർ പറഞ്ഞാല്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? യൂണിവേഴ്സിറ്റിയിലെ തസ്തിക റീഡർ അല്ലെങ്കിൽ ഉറുദു റീഡർ, എന്താണ് ഉറുദുക്ക് റീഡർ എന്നൊക്കെ പറഞ്ഞ എന്താണ്? സഹായി. എന്താണ്? ചെറിയ തസ്തികയാണ് കേട്ടോ. നമ്മള് പ്രൊഫസർ അല്ല, ലെക്ചറർ അല്ല, അതിന്റെ താഴ്ന്നല്ല, ഏറ്റവും താഴ്ന്ന ഒരു പൊസിഷൻ ആണ് ഇത് റീഡർ എന്ന് പറയുന്നത്. 21-ാമത്തെ വയസ്സല്ലേ. അപ്പൊ 13 മെയ് 1899 മുലാസിമത്തെ പറഞ്ഞോ. ഓറിയന്റൽ കോളേജ് അറബിക് അറബിക് റീഡർ കി ഹൈസെറ്റ്, അറബിക് റീഡർ എന്ന നിലയിൽ. കി ഹൈസെറ്റ് എന്ന് പറഞ്ഞാണ് നമ്മൾ പഠിച്ചുകൊണ്ടൊക്കെ പഠിച്ചുകൊണ്ടു, പിന്നെ ആവർത്തിക്കുന്നത്. കി ഹൈസെറ്റ് എന്ന് പറഞ്ഞാണ് എന്ന നിലയിൽ അല്ലെ, അറബിക് റീഡർ എന്ന നിലയിൽ ഇഖ്ബാൽ എന്ത് ചെയ്തു? മുതഅയ്യൻ ഹോ ഗയി. മുതഅയ്യൻ ഹോ ഗയി എന്ന് പറഞ്ഞാണ് മുതഅയ്യൻ ഹോന. മുതഅയ്യൻ ഹോന എന്ന് പറഞ്ഞാല് നിയമിതരാവുക ആണ്. നിയമിതനാവുക, നിർണയിക്കുക നടത്തണ്ട്. നിർണയിക്കുക നടത്തണ്ട്. പിന്നെ എന്ത് അർത്ഥമുണ്ട്? നിർണയിക്കുക എന്നതിന് പുറമെ എന്ത് അർത്ഥമുണ്ട്? നിയമിതനാവുക എന്നും അർത്ഥമുണ്ട്. നിയമിതനാവുക. ഓക്കെ, നിയമിതനായി. അടുത്തത് തഖരീബൻ. തഖരീബൻ എന്ന് പറഞ്ഞാല് ഏകദേശം. തഖരീബൻ പറഞ്ഞാല് അറിയില്ലേ? തഖരീബൻ എന്ന് പറഞ്ഞാല് ഏകദേശം. ഏകദേശത്തിന് ഇംഗ്ലീഷ് എന്താ പറയാ? എബൌട്ട് അല്ലെ, എറൗണ്ട് ഒക്കെ പറയും. ഏകദേശം 4 സാലത്തൊക്കെ 4 വർഷത്തോളം അദ്ദേഹം ചെയ്തു ഓറിയന്റൽ കോളേജ് മേ രഹേ. ഓറിയന്റൽ കോളേജിൽ അദ്ദേഹം എന്ത് ചെയ്തു? നിന്നു, തുടർന്നു അല്ലെ. രഹേ എന്ന് പറഞ്ഞാൽ താമസിച്ചു. അദ്ദേഹം ജോലി ചെയ്തിട്ട് അവിടെ തുടർന്നു അല്ലെ. എവിടെ? ഓറിയന്റൽ കോളേജിൽ. അപ്പൊ 25 വയസ്സായി. പിന്നെ 25 ഡിസംബർ 1905 ഈസവി കോ അല്ലാമ ഇഖ്ബാൽ എന്ത് ചെയ്തു? ആലാ തഅലീം കെ ലിയെ, ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി തന്റെ 25-ാമത്തെ വയസ്സിൽ എവിടേക്ക് പോയാണ്? അംഗലിസ്ഥാൻ ചലേ ഗയേ. എവിടേക്ക് പോയി? അംഗലിസ്ഥാൻ പറഞ്ഞാണ് ഇംഗ്ലണ്ട് അല്ലെ. ഇംഗ്ലണ്ടിലേക്ക് എന്ത് ചെയ്തു? പോയി. ഇംഗ്ലണ്ടിലേക്ക് എന്ത് ചെയ്തു? പോയി. അപ്പൊ അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോയി എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആ ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൂപ്പര് യൂറോപ്പിലേക്ക് പോയത്. കാരണം അവിടെ ഞങ്ങളുടെ മൂപ്പരുടെ കവിത മാറുകയാണ്. അപ്പൊ മൂപ്പരുടെ ജീവിതം എന്തിനെ പ്രതിഫലിക്കും? മൂപ്പരുടെ കവിതയിൽ എന്ത് ചെയ്യുന്നതാണ്? പ്രതിഫലിപ്പിക്കും. അസർ അന്താസ് ഹോങ്കെ. ഓക്കെ, 25 ഡിസംബർ ഡേറ്റ് ഓർത്തോട്ടോ. 1905 മൂപ്പര് എന്ത് ചെയ്തു? അയലാ താലീം പറഞ്ഞാല് അയലാ താലീം ഹയർ എഡ്യൂക്കേഷൻ അല്ലെ. അയലാ താലീം പറഞ്ഞാല് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കഹാ ചലേ ഗയേ? അംഗലിസ്ഥാൻ ചലേ ഗയേ. അംഗലിസ്ഥാനത്ത് എന്ത് ചെയ്തു? പോയി. कैम्ब्रिज यूनिवर्सिटी से ट्रिनिटी ഏതാണ്? ട്രിനിറ്റി കോളേജ് മേ BA മേ ദാഖല ലിയ. പിന്നെയും മൂപ്പര് എന്ത് ചെയ്തു? ട്രിനിറ്റി കോളേജിൽ പോയിട്ട് എന്ത് ചെയ്തു? എവിടെ? ക്യാംബ്രിഡ്ജില്. എവിടെയാണ് ഇക്ബാൽ എവിടെ പഠിച്ചിരിക്കുന്നത്? ക്യാംബ്രിഡ്ജിൽ കേട്ടോ. ക്യാംബ്രിഡ്ജിൽ എവിടെ? ക്യാംബ്രിഡ്ജിന്റെ ഏത് ക്യാമ്പസില്? ട്രിനിറ്റി. ഏതാണ്? ട്രിനിറ്റി കോളേജിലാണ് മൂപ്പര് എന്ത് ചെയ്തത്? വിദ്യ അഭ്യസിച്ചിരിക്കുക കേട്ടോ. അവിടെ എന്ത്? BA മേ ദാഖല ലിയ. ദാഖല ലിയ എന്ന് പറഞ്ഞാല് അഡ്മിഷൻ എടുത്തു, പ്രവേശിച്ചു. ഉസ് ദൗറാൻ. എന്താ ദൗറാൻ പറഞ്ഞാല്? ദൗറാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉസ് ദൗറാൻ ആ അന്ധകാലം, കാലം. എന്താ പറയാ? കാലം. ഓക്കെ, ഉസ് ദൗറാൻ ആ കാലത്ത് ഉനോനെ അദ്ദേഹം ബാരിസ്റ്ററിക്ക് പ്രാക്ടീസ് ബി കർണേ ലഗ. ബാരിസ്റ്ററി പറഞ്ഞാണ് ഗുമസ്തപ്പണി അല്ലെ. ഗുമസ്തപ്പണിക്കല്ലേ പറയാ? ജഡ്ജിയൊക്കെ അല്ലേ ആ പണിക്ക് ഗുമസ്തപ്പണി എന്നല്ലേ പറയാ? ബാരിസ്റ്ററിക്ക് പ്രാക്ടീസ് ബി കർണേ ലഗ. ബാരിസ്റ്റർ എന്ത് ചെയ്തു? ബാരിസ്റ്ററിക്ക് എന്ത് ചെയ്തു? വക്കീൽ പണി എന്ത് ചെയ്തു? പ്രാക്ടീസ് ചെയ്യാൻ എന്ത് ചെയ്തു? അദ്ദേഹം എന്ത് ചെയ്തു? തുടങ്ങി. എന്നിട്ടോ ബാദുമേ തുടർന്ന്. ബാദുമേ എന്ന് പറഞ്ഞാല് തുടർന്ന്. ബാദുമേ പറഞ്ഞാൽ തുടർന്ന്, അല്ലെങ്കിൽ ആകെ ചൽക്കർ എന്ന് പറയുവാണെങ്കിൽ പറയട്ടെ. ബാദുമേ എന്ന് പറയുന്നതിന് പിന്നെ എന്ത് പറയാം? ആകെ ചൽക്കർ എന്ന് പറയാം. പിന്നെ ബാദുമേ പിന്നീട് ആപ്പ് പറഞ്ഞ അദ്ദേഹം ജർമ്മനി ചലേ ഗയേ. ജർമ്മനിയിലേക്ക് എന്ത് ചെയ്തു? പോയി. ജഹാ അവിടെ 4 ഡിസംബർ 1900
7 ईस्वी को म्यूनिच यूनिवर्सिटी से डॉक्टरेट की डिग्री हासिल की. മൂപ്പര് എന്ത് ചെയ്തു? ഫൽസഫയിൽ മൂപ്പര് എന്ത് ചെയ്തു? ഏതാണ്? ഫൽസഫയിൽ തന്നെ. ഫൽസഫയിൽ മൂപ്പര് എന്ത് ചെയ്തു? പിന്നെ ഡോക്ടറേറ്റ് PhD ഇല്ലേ, PhDന്റെ ഡോക്ടറേറ്റ് എന്ത് ചെയ്തു? ഡിഗ്രി ഹാസിലാക്കി. ഡോക്ടറേറ്റിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാല് എവിടുന്നാ മൂപ്പര് കരസ്ഥമാക്കിയത്? അതൊരു ഡേറ്റ്, ഈ ഡേറ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? 4 ഡിസംബർ 1907. മൂപ്പര് 2 വർഷം കൊണ്ട് ഇത് എടുത്തു അല്ലേ? ഏത്? PhD ഡോക്ടർ എന്താണ്? മ്യൂണിച്ച്. എവിടുന്നാണ്? മ്യൂണിച്ച് എവിടെയാണ്? മ്യൂണിച്ച് ഇവിടെ കേട്ടില്ലേ? മ്യൂണിച്ച് എവിടെയാണ്? മ്യൂണിച്ച് യൂണിവേഴ്സിറ്റി എവിടെയാണ്? യൂണിവേഴ്സിറ്റി ഷബാന ജർമ്മനിയല്ലേ? എന്താണ്? ജഹാൻ ബാദ് മേ ശേഷം ആപ്പ് അദ്ദേഹം ജർമ്മനി ചലേഗയെ, ജർമ്മനിയിലേക്ക് എന്ത് ചെയ്തു? പോയി. ജഹാം അവിടെ 4 दिसंबर 1907 ईस्वी को म्यूनिच यूनिवर्सिटी से डॉक्टरेट की डिग्री हासिल की. डॉक्टरेट PhD എന്ത് ചെയ്തു? PhDന്റെ ഡിഗ്രി എന്ത് ചെയ്തു? ഹാസിൽ കി, കരസ്ഥമാക്കി. എന്നിട്ടോ അദ്ദേഹം എന്നാണ് തിരിച്ചു വന്നത്? എന്നാണ്? യൂറോപ്പിൽ നിന്ന് തിരിച്ചു വന്ന ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജൂലൈ. എന്താണ്? ജൂലൈ. ഈ ഡേറ്റുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹം എന്നാണ് യൂറോപ്പിലേക്ക് പോയത്? എന്നാണ് കാംബ്രിഡ്ജിൽ അഡ്മിഷൻ എടുത്തത്? എന്നാണ് അദ്ദേഹത്തിന് ഡിഗ്രി മ്യൂണിച്ച് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന് ഫിലോസഫി അദ്ദേഹത്തിന് PhD നൽകിയത്? അതിനുശേഷം എന്നാണ് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത്? ഈ ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ജൂലൈ 1908 ईस्वी में वतन के എന്ത് ചെയ്തു? നാട്ടിലേക്ക് എന്ത് ചെയ്തു? റവാന ഹോന എന്ന് പറഞ്ഞാൽ എന്താണ്? മുസാഫിറോं ध्यान दीजिए गाड़ी अभी रवाना होने वाली है എന്ന് പറയുന്നതാണ് റവാന ഹോന, പുറപ്പെടുക. റവാന ഹോന എന്ന് പറഞ്ഞാല് പുറപ്പെട്ടു, വീട്ടിലേക്ക് എന്ത് ചെയ്തു? പുറപ്പെടുക. റവാന ഹോനെ ജാരിയേ നമുക്ക് പറയില്ലേ, പുറപ്പെടുക. ഓക്കെ, അത് കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് 152-ാമത്തെ പേജിലെ 1-ാമത്തെ പാരാഗ്രാഫാണ് നമ്മൾ വായിച്ചിരുന്നത്. ഇനി 2-ാമത്തെ പാരാഗ്രാഫിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? പോവുകയാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ 1908 നമ്മൾ എന്തൊക്കെ പഠിച്ചു? മ്യൂണിച്ച് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 1907 അദ്ദേഹം എടുത്തു. 1905 അദ്ദേഹം യൂറോപ്പിലേക്ക് പോയി. 1907 അദ്ദേഹം എന്ത് ചെയ്തു? മ്യൂണിച്ച് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ഡോക്ടറേറ്റ് ഹാസിലാക്കി. പിന്നെ ജൂലൈ 1908 അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പുറപ്പെട്ടു അല്ലെ? തിരിച്ചു പുറപ്പെട്ടു. ഖിയാമെ യൂറോപ്പിന്റെ ബാദ് യൂറോപ്പിന്റെ ദൗറാൻ എന്ന് പറയുന്നതാണ്. ഖിയാമർ എന്നാണ്? താമസിക്കുന്ന കാലം. എന്താണ്? ഖിയാമർ താമസം. ഖിയാമെ യൂറോപ്പ് പറഞ്ഞാലോ? യൂറോപ്പിൽ താമസിക്കുക. ഖിയാമെ യൂറോപ്പിക്ക് ദൗറാൻ പറഞ്ഞാലോ? യൂറോപ്പിൽ താമസിക്കുന്ന കാലത്ത് എന്ത് ചെയ്തു? ഉനെ അദ്ദേഹത്തിന് ഇഖ്ബാലിന് എന്ത് ചെയ്തു? മാരിബി തഹസീബോ തമദ്ദുൻ കാ രാസ്ത് നേരെ നോക്കുക. നല്ല പോയിന്റുകളാണ്, വാക്കുകളാണ്, സ്ട്രക്ചറുകളാണ് പറയാൻ പോണത്. രാസ്ത് ദേഖ്നെ കാ മൗക മിലാ. ഖിയാമെ യൂറോപ്പ് ദൗറാൻ ഉനെ. ഖിയാമെ യൂറോപ്പ് ദൗറാൻ എന്ന് പറഞ്ഞാല് യൂറോപ്പിലെ താമസക്കാലം കേട്ടോ. താമസം. ഖിയാമ പറഞ്ഞാല് താമസം നടത്താൻ കേട്ടോ. ഖിയാമെ യൂറോപ്പ് ദൗറാൻ എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ താമസിക്കുന്ന കാലത്ത് ഉനെ അദ്ദേഹത്തിന് മാരിബി തഹസീബ്. എന്താണ്? മാരിബി തഹസീബോ തമദ്ദുൻ. മാരിബി തഹസീബോ തമദ്ദുൻ പറഞ്ഞാണ് മാരിബി പറഞ്ഞാണ് മാരിബിസ്കാരോ? മാരിബി പറഞ്ഞാണ് പടിഞ്ഞാറ്. മാരിബി പറഞ്ഞാലോ? പടിഞ്ഞാറൻ. തെഹസീബ് പറഞ്ഞാലോ? സംസ്കാരം അല്ലെ? കൾച്ചർ. പിന്നെ തമദ്ദുൻ പറഞ്ഞാലോ? തമദ്ദുൻ പരിഷ്കാരം. എന്താണ്? പരിഷ്കാരം. ഓക്കെ, സംസ്കാരം. അതാണ് മാരിബി തഹസീബോ തമദ്ദുൻ പറഞ്ഞാലോ? പാശ്ചാത്യ വെസ്റ്റേൺ സംസ്കാരവും അതുപോലെ തന്നെ അവരുടെ പരിഷ്കാരങ്ങളെ രാസ്ത് പറഞ്ഞാണ്. ആർക്കറിയാം രാസ്ത്? ഡയറക്ട്ലി എന്താ പറയാ? ഡയറക്ട്ലി പറഞ്ഞാണ് നേരിട്ട് ദേക്കിനേക്കാൻ മോക്കാമില്ല. നേരിട്ട് കാണാനുള്ള ഒരു എന്ത് ചെയ്തു? ഒരു അവസരം എന്ത് ചെയ്തു? ലഭിച്ചു. ഹുക്കൂമത്തെ പഞ്ചാബിക്ക് ദർഖാസ്ത് പറഞ്ഞാലോ? ഹുക്കൂമത്തെ പഞ്ചാബ് ഭരണകൂടത്തിന്റെ ദർഖാസ്ത് പറഞ്ഞാണ് ദർഖാസ്ത് കർണ. പുതിയ വാക്ക് പഠിച്ചോളി. ദർഖാസ്ത് കർണ എഴുതി വെക്കൂ. ദർഖാസ്ത് കർണ പറഞ്ഞാല് അപേക്ഷിക്കുക. ദർഖാസ്ത് പർ പറഞ്ഞാലോ?
ഹുക്കൂമത്തെ പഞ്ചാബ് മോക്ക പറഞ്ഞാൽ അവസരം അല്ലെ, മോക്ക എന്ന് പറഞ്ഞാല് അവസരം. അപ്പൊ യൂറോപ്പില് താമസിക്കുന്ന കാലത്ത് പിന്നെ പാശ്ചാത്യ സംസ്കാരവും അവരുടെ പരിഷ്കാരങ്ങളെയൊക്കെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ലഭിച്ചു, മോക്കാമില്ല. അതുപോലെ തന്നെ പിന്നെ അതിനുശേഷം വേറെ അതോടെ കഴിഞ്ഞു. ഹുക്കൂമത്തെ പഞ്ചാബിക്ക് ദർഖാസ്ത് പർ, പഞ്ചാബ് ഭരണകൂടത്തിന്റെ അപേക്ഷ അനുസരിച്ച് 10 मई 1910 ईस्वी में गवर्नमेंट कॉलेज लाहौर में आरिजी तौर पर फलसफा पढ़ाना शुरू कर दिया. പഞ്ചാബ് ഗവൺമെന്റ് അദ്ദേഹത്തെ എന്ത് ചെയ്തു, പഞ്ചാബ് ഗവൺമെന്റ് അപേക്ഷ അനുസരിച്ചിട്ട് 10 मई 1910 ईस्वी से ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹം എന്നാണ് ഫൽസഫ ലാഹോറിലെ ഗവൺമെന്റ് പിന്നെ കോളേജിൽ പഠിപ്പിക്കാൻ എന്ത് ചെയ്തത്, ആരംഭിച്ചത് എന്നാണ് 10 मई എന്താണ് 10 मई 1910 ईस्वी. അന്ന് മുതൽ മൂപ്പർ എന്ത് ചെയ്തു, പിന്നെ പഞ്ചാബ് ഗവൺമെന്റിന്റെ അപേക്ഷ അനുസരിച്ചിട്ട് ലാഹോർ ഗവൺമെന്റ് കോളേജ് ലാഹോറിൽ എന്ത് ചെയ്തു, ആരിസി തൗർ പർ, ആരിസി പറഞ്ഞാണ്, ആരിസ് എന്ന് പറഞ്ഞാല് മുഖം എന്നർത്ഥമുണ്ട്. എന്തർത്ഥമുണ്ട്, ആരിസ് പറഞ്ഞാല് മുഖം എന്നർത്ഥമുണ്ട്. ഈ മുഖം നമ്മൾ ഇവിടെ ഉപയോഗിക്കണില്ല. പിന്നെ എന്തു അർത്ഥമുണ്ട്, താൽക്കാലികം, എന്താ പറയാ, താൽക്കാലിക എന്നർത്ഥമുണ്ട്. അപ്പൊ ആരിസി തൗർ പർ പറഞ്ഞാലോ, ആരിസി തൗർ പർ എന്ന് പറഞ്ഞാല് താൽക്കാലികമായിട്ട്, എന്താണ്, താൽക്കാലികമായിട്ട് പെർമനന്റ് അല്ല, പിന്നെ താൽക്കാലികമായിട്ട്. പെർമനന്റ് എന്ന് പറയുന്നതാണ് ദാഇമി തൗർ പർ എന്ന് പറയുന്നതാണ്, ദാഇമി തൗർ പർ എന്ന് എന്തിനു പറയും, പെർമനന്റിന് പറയും. ഇത് ഗസ്റ്റ് ആണ്, താൽക്കാലികമായിട്ട് ആരിസി തൗർ പർ. അപ്പൊ 10 मई 1910 ईस्वी से ഗവൺമെന്റ് കോളേജ് ലാഹോറിൽ എന്ത് ചെയ്തു, മൂപ്പര് എന്ത് ചെയ്തു, ആരിസി തൗർ പർ താൽക്കാലികമായിട്ട് മൂപ്പര് ഫൽസഫ പഠാന ശുറൂ കർ ദിയ, ഫൽസഫ പഠിപ്പിക്കാൻ എന്ത് ചെയ്തു, ആരംഭിച്ചു. എന്ന് മുതൽ 10 मई 1910 ईस्वी से അപേക്ഷ അനുസരിച്ചിട്ട് ഹുക്കൂമത്തെ പഞ്ചാബിക്ക് ദർഖാസ്ത് പർ. ഓക്കെ, അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യാണ്, പഠിപ്പിക്കാൻ തുടങ്ങി. എങ്ങനെ, ആരിസി തൗർ പർ കാപ്പെ ലാഹോർ പിന്നെ കോളേജ്, ഗവൺമെന്റ് കോളേജിൽ അല്ലേ. അപ്പോ സാത്ത് പറഞ്ഞാണ്, ആസ് വല്ലാസ്, അതോടൊപ്പം എന്താണ്, അതോടൊപ്പം അല്ലെങ്കിൽ അതുപോലെ തന്നെ അല്ലെങ്കിൽ പറയാം അതേസമയം. എന്താണ് സാത്ത് വക്കാലത്ത് ഗോപി ജാരിയാക്കാം, തന്റെ ഗുമസ്ത പണി. മൂപ്പര് എന്ത് പഠിക്കാനാണ് എവിടേക്ക് പോയത്, പിന്നെ അംഗൽസാനിൽ പോയത്, ട്രിനിറ്റി കോളേജിൽ എന്താ മൂപ്പര് എന്താ പഠിച്ചിരുന്നത്, വക്കാലത്തിലെ വക്കാലത്തല്ല, മൂപ്പര് എന്താ പഠിച്ചത്, ഫലസഫില പിന്നെ പറയാനില്ല അതില്. ഓക്കെ, അവിടെ മൂപ്പര് എന്ത് ചെയ്തു, LLB തോന്നുന്നു എനിക്ക്. പിന്നെ എവിടെ സാത്ത് വക്കാലത്ത് ഗോപി ജാരി രക്കിന എന്ന് പറഞ്ഞാണ് തുടർത്തുക. ജാരി രക്കിന എന്ന് പറഞ്ഞാല് തുടരുക. വക്കാലത്തിന്റെ പണി എന്ത് ചെയ്തു, തുടരുക, തുടർന്ന് കൊണ്ടുപോവുക പറയട്ടെ. തുടർന്നു ജാരി രക്കോ എന്ന് പറഞ്ഞാല് കണ്ടിന്യൂ. ഓക്കെ, അപ്പൊ സാത്ത് വക്കാലത്ത് കോബി ജാരി രക്കി. ഓ പഞ്ചാബ്, അദ്ദേഹം അതോടെ കഴിഞ്ഞു കേട്ടോ, ഓ പഞ്ചാബ്, അലിഗഡ്, അലഹബാദ്, നാഗ്പൂർ, ദില്ലി യൂണിവേഴ്സിറ്റീസ് കെ മുംതഹിൻ രഹേ എന്ന് പറഞ്ഞാൽ, മുംതഹിൻ പറഞ്ഞാല് എന്താണ്, മുംതഹിൻ ഇപ്പൊ എന്താ പറയാ, ഇൻവിഗിലേറ്റർ എന്ന് പറയുന്നതാണ്, ഇൻവിഗിലേറ്റർ കേട്ടോ. ഇൻവിഗിലേറ്റർ പറഞ്ഞാൽ പരീക്ഷ നോക്കി മേൽനോട്ടക്കാരുണ്ടാവൂലേ, പരീക്ഷ നടത്തുമ്പോ ഉണ്ടാക്കൂലേ, അല്ലെങ്കിൽ കുട്ടികൾ PhD അവതരിപ്പിക്കുമ്പോഴേ PhD അവതരിപ്പിക്കുന്ന ആൾക്ക് അതിനെ നോക്കുന്ന ആളുണ്ടാവില്ലേ, പരിശോധിക്കാം. മുംതഹിനാണ് പരിശോധകൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. മുംതഹിൻ രഹേ പരിശോധകന്, അല്ലെങ്കിൽ എന്താണ് ഇൻവിഗിലേറ്റർ. ഇൻവിഗിലേറ്റർ പറഞ്ഞാൽ പരിശോധകൻ തന്നെയാണ് അർത്ഥം അല്ലെ. ഇൻവിഗിലേറ്റർ ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ആയിരുന്നു. 1922 ईस्वी ഹുക്കൂമത്തിക്ക് തൊറഫ്സെ, ഹുക്കൂമത്തിന് വലിയൊരു പോയിന്റ് പറയണത് 1922 കാര്യം പറയണത്. 1922 ഹുക്കൂമത്തിക്ക് തൊറഫ്സെ, ഹുക്കൂമത്തിന്റെ ഭാഗത്തിൽ നിന്ന് അദ്ദേഹത്തിന് എന്ത് ചെയ്തു, എന്ത് ഖിതാബ് വിളിച്ച് ബഹുമതി ലഭിച്ചു, സർ. എന്താണ്, സർക്ക ഖിതാബ് മില എന്ന് പറഞ്ഞാല് ലഭിച്ചു. അപ്പോ 1922 അദ്ദേഹത്തിന് ഹുക്കൂമത്തിന്റെ ഭാഗത്തിൽ നിന്ന് എന്ത് ബഹുമതി ലഭിച്ചു, സർക്ക ഖിതാബ്
മില ലഭിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ എടുത്തത്. അപ്പൊ ഇതിൽ പറഞ്ഞത് അദ്ദേഹത്തിന് ജോലി പറഞ്ഞു, ജീവിതത്തെ പറ്റി പറഞ്ഞു, വിദ്യാഭ്യാസത്തെ പറ്റി പറഞ്ഞു, ജോലിനെ പറ്റി പറഞ്ഞു. യൂറോപ്പിന്റെ യാത്ര വളരെ പ്രധാനപ്പെട്ടാണ്. അവിടെ മൂപ്പർ എന്തൊക്കെ ചെയ്തു നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ശേഷം ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം എന്തെങ്കിലും ഒരു സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് പഠിപ്പിക്കാൻ മൂപ്പര് ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ കവിത എഴുതുന്നോ എന്തോ ബാധിക്കുന്നു കരുതിയിട്ട് മൂപ്പര് വിസിറ്റർ ആയിട്ട്, ഇൻവിഗേറ്റർ ആയിട്ട് ഓരോ എല്ലാ യൂണിവേഴ്സിറ്റിയിലും മൂപ്പര് ഉണ്ടായിരുന്നു. അലിഗഡിലുണ്ടായിരുന്നു, പിന്നെ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിലും ഉണ്ടായിരുന്നു, പിന്നെ അമേരിക്കൻ അലഹാബാദ് യൂണിവേഴ്സിറ്റിയിലും ഉണ്ടായിരുന്നു, നാഗ്പൂരിലും ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ഡിയുലൊക്കെ മൂപ്പര് എന്ത് ചെയ്തു, മുംതഹിനായിട്ട് എന്ത് ചെയ്തു ഉണ്ടായിരുന്നു. 1922 അദ്ദേഹം പിന്നെ ഹുക്കുമത്തിന്റെ സൊറപ്പിൽ നിന്ന് മൂപ്പർക്ക് എന്ത് ലഭിച്ചു, സർ. വളരെ പ്രധാനപ്പെട്ടാണ് മൂപ്പർക്ക് സറിന്റെ ഖിതാബ് എന്നാണ് ലഭിച്ചത്, 1922 അത് ലഭിച്ചത്. അപ്പൊ ഇത്രയുമാണ് ഇഖ്ബാലിന്റെ ജീവിതത്തെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇഖ്ബാലിന്റെ ഷായരിയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് കേട്ട് ഇതിന്ന് നോട്ട് തയ്യാറാക്കി നിങ്ങൾ 8 മണിയുടെയും 10 മണിയുടെയും ഇടയിൽ എന്ത് ചെയ്യണം, എന്നെ കാണിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഖുദാ ഹാഫിസ്. അസ്സലാമു അലൈക്കും.